പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ RSS എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. RSSന്റെ പ്രധാന ടാർഗറ്റ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ എന്തു നുണയും പറയാമെന്നായി. ശുദ്ധാസംബന്ധം പറയാൻ ഒരു മടിയും VD സതീശൻ ഇല്ലെന്ന് കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണമെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മത്സ്യമേഖലയിൽ നടത്തിയ ഇടപെടൽ നമ്മുടെ ഭൂരഹിതരും ഭവൻരഹിതരുമായ ഒട്ടേറെ പേർ കേരളത്തിലുണ്ട്. അവർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയാണ് 2016 സർക്കാർ ലൈഫ് മിഷന് രൂപം കൊടുക്കുന്നു. ലൈഫ് മിഷൻ സാധാരണഗതിയിൽ ആരും എതിർക്കേണ്ട ഒരു കാര്യമല്ല. സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ, അതിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക വളരെ ചെറുതായിരുന്നു. ഒരാവശ്യമായത്ര സൗകര്യത്തോടെയുള്ള വീട് ആ പണം കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല. സർക്കാർ ആലോചിച്ചത് ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ എല്ലാം ഏകോപിപ്പിച്ച് ഒരു പദ്ധതിയായി മാറ്റി. അതാണ് ലൈഫ് മിഷൻ. 4 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കാൻ കഴിയും. വളരെ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. 5 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു അന്ന് പ്രഖ്യാപിച്ച ലക്ഷ്യം. പക്ഷേ അപ്രതീക്ഷിതമായ എതിർപ്പ് അതിനെതിരെ വരുന്നു. ആ എതിർപ്പിന്റെ ഭാഗമായി ഒരു പദ്ധതി തന്നെ മുടങ്ങിയ ജില്ലയാണല്ലോ ഇത്. അതിനെതിരെ കേസും മറ്റു നടപടികളൊക്കെ വന്നു. അതുമാത്രമല്ല, ആ പദ്ധതി മുന്നോട്ട് പോയി വിവിധ ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയത്. ഘട്ടമെന്ന് പറഞ്ഞാൽ, നേരത്തെ വീട് നിർമ്മിച്ച് ചില പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിച്ച് പകുതിയായത്, അല്ലെങ്കിൽ കുറച്ച് നിർമ്മിച്ചത്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അവ പൂർത്തീകരിക്കുക, അതിനാണ് ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം സ്ഥലമുണ്ട്, വീടില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ളതാണ്. മൂന്നാമത്തത് സ്ഥലവും വീടുമില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ളത്. ഇത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആ ഗവൺമെന്റ് കാലാവധിയായി. 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പില് എല്ലാവരും മത്സരിക്കുക. അപ്പൊ ഇവിടെ ഈ ലൈഫ് പദ്ധതി മുടക്കുന്നതിന് ആകാവുന്നത് ചെയ്ത UDF ആ ഘട്ടത്തിൽ നയം പ്രഖ്യാപിച്ചു. UDF ഗവൺമെന്റ് രഹസ്യമായി തന്നെ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ഇതായിരുന്നു UDF ഇതിനോട് സ്വീകരിച്ച സമീപനം.
ഞങ്ങൾ ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാട് അതിൽ സ്വീകരിച്ചു വന്ന ഒരാക്ഷേപവും ഒരു ഘട്ടത്തിലും കേട്ടിട്ടില്ല. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതി എന്തിനാണ് റദ്ദ് ചെയ്യുമെന്ന് UDF പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടാത്ത കാര്യം. എന്തായാലും LDF-ന് തുടർ ഭരണം 2021 സമ്മാനിച്ചതിന്റെ ഭാഗമായി ലൈഫിന് മറ്റു പ്രയാസങ്ങളുണ്ടായില്ല, തടസ്സങ്ങളുണ്ടായില്ല. ഇപ്പോ നേരത്തെ പ്രഖ്യാപിച്ച 5 ലക്ഷം വീട് എന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ ഏകദേശം 19,000 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെതല്ല എന്നൊരു പ്രചരണം ചിലർ നടത്തുന്നുണ്ട്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ചെറിയൊരു വിഹിതമുണ്ട്. അത് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ എല്ലാ പദ്ധതികളും കൂടി ഏകോപിപ്പിക്കാം, കേന്ദ്ര പദ്ധതികളുള്ളതും ഇതിന്റെ ഭാഗമായി എടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുള്ള ചെറിയ തുക മാത്രമല്ല, കൂടുതൽ പണം ഇട്ട് 4 ലക്ഷം രൂപയാക്കി വീട് നിർമ്മിക്കുന്ന പദ്ധതിയായി മാറ്റുക. ഇതില് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 2,300 കോടി രൂപയാണ്. 19,000 കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് 2,300.